മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാനുള്ള ആ ഒരു തീരുമാനത്തിന് എന്താണെങ്കിലും മെസ്സി വരാതിരിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊരു വലിയ വിവാദത്തിലേക്ക് വഴിതിരിച്ച് വിടുകയാണ് ചെയ്തത്. പക്ഷെ അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും വലിയ വിവാദമൊന്നും ആയിരിക്കില്ല, കാര്യം സർക്കാർ ഉൾപ്പെട്ട കേസാണല്ലോ ഇതിന് അത്രമാത്രം വിവാദമൊന്നും വരേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു ആ വാർത്തയെ ഞാൻ അധികം ഗൗനിച്ചതേയില്ല. പക്ഷേ എനിക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ വാർത്തയുടെ സീരിയസ്നെസ് മനസ്സിലാകാൻ തുടങ്ങിയത് തന്നെ. അപ്പോഴാണ് ഈ സ്പോർട്സ് യുവജനക്ഷേമ സെക്രട്ടറി എൻ പ്രശാന്ത് അദ്ദേഹം ഈ ഒരു മെസ്സി വിവാദത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ആ റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കാം. ഇതിനകത്ത് ഈ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 126 കോടിയുടെ പണമിടപാട് ആണ് നടത്തിയത്. ഇതിനകത്ത് ഈ ഒരു മെസ്സി വിവാദത്തിൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സർക്കാർ അറിഞ്ഞുകൊണ്ടാണല്ലോ ഇത്രയും. അപ്പം നമുക്ക് പെട്ടെന്ന് വിചാരിക്കും ഇതൊരു വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കരാറാണ്. പക്ഷെ അതല്ലായിരുന്നു. ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 126 കോടി രൂപ AFA അർജന്റീന ഫെഡറേഷൻ അസോസിയേഷന് ഒരു കൈമാറി എന്നാണ് പറയുന്നത്. അങ്ങനെ കൈമാറി എന്നാണ് പറയുന്നത്. പക്ഷേ പ്രത്യേകിച്ച് അതിൻ്റെ രേഖകളൊന്നും സർക്കാരിൻ്റെ കയ്യിലും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് വന്നപ്പം, ഈ എൻ പ്രശാന്തിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് നമുക്കിതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് തന്നെ. ഇതിനകത്ത് പറയുന്നത് 126 കോടിയുടെ പണമിടപാടിന് ഒരു തെളിവുമില്ല. മെസ്സി അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിനായിട്ട് സ്വകാര്യ സ്പോൺസർ, അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ഈ ഏതാണ്ട് 15 മില്യൺ USD ആയിരുന്നു നൽകിയതായിട്ട് അവകാശപ്പെടുന്നു. പക്ഷെ അതിന് യാതൊരു തെളിവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് ഈ വലിയ ഒരു എല്ലായിടത്തും ഭയങ്കര പരസ്യങ്ങളൊക്കെ കൊടുത്തു, മെസ്സി വരാൻ പോണു, അർജന്റീന ടീം കേരളത്തിലെത്താൻ പോന്നു എന്നൊക്കെ. പക്ഷേ ഇതൊന്നും സത്യമല്ലായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അതിനകത്ത് നമുക്ക് പറയാം, അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൈമാറി എന്ന് പറയുന്ന ഈ തുക യഥാർത്ഥത്തിൽ വേറൊരു കമ്പനി, അമേരിക്കയിലുള്ള വേറൊരു കമ്പനി, അതൊരു 20 ദിവസമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണെന്നാണ് പറയുന്നത്. ആ കമ്പനിയിൽ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് അമേരിക്ക വഴി സർക്കാരിനെ പറ്റിച്ച്, ശരിക്കും സർക്കാരിൻ്റെ പെർമിഷൻ ഉണ്ട് അല്ലെങ്കിൽ അനുമതി ഉണ്ടെന്ന് പറഞ്ഞ് റിസർവ് ബാങ്ക് വഴി എങ്ങനെയോ ബാങ്ക് ഓഫ് അമേരിക്ക വഴി ഇവർ 126 കോടി രൂപ ആ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ടത്രേ. ഇത് വലിയൊരു വിവാദത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കള്ളപ്പണമാണെന്ന് തന്നെയാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വിവാദം. അതുതന്നെയാണ് ഇപ്പം എൻ പ്രശാന്തിൻ്റെ റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് തന്നെ. ഇതിനകത്ത് സ്പോൺസർ തിരഞ്ഞെടുപ്പ്, അതായത് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സ്പോൺസർ ആക്കാനുള്ള തീരുമാനം സുതാര്യമായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. കാര്യം അതിനൊരു നടപടിക്രമമുണ്ട്, ഒരു ട്രാൻസ്പെറൻ്റ് അല്ലായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പ് എന്നും പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു കമ്പനി എന്ന് പറയുന്നത് ടൂർ പ്രോഡ് എൻ്റർ LLP വഴിയാണ് ഈ 15 മില്യൺ റെമിറ്റൻസ് ഇവർ നടത്തി. അപ്പോൾ ടൂർ പ്രോഡ് എൻ്റർ LLP എന്ന് പറയുന്ന വിദേശ ഇൻ്റർമീഡിയറി വഴി പോയി എന്നാണ് ഈ റിപ്പോർട്ടർ ഈ പ്രശാന്തിൻ്റെ റിപ്പോർട്ടറിനകത്ത് പറയുന്നത്. ഈ റിപ്പോർട്ടിനകത്ത് ഇതിൽ സംശയങ്ങൾ, ഈ മണി ലോണ്ടറിങ് എന്ന് വെച്ചാൽ ഇത് മണി ലോണ്ടറിങ് ആംഗിൾ പരിശോധിക്കണം, അതായത് കള്ളപ്പണം ഉണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ഇതിനകത്ത് ഇത്രയധികം പണം 126 കോടി രൂപ റിപ്പോർട്ടർ ചാനൽ എന്തിന് ബാങ്ക് ഓഫ് അമേരിക്ക വഴി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു, പക്ഷേ പറഞ്ഞിരിക്കുന്നത് AFAയിലാണ് കൊടുത്തിരിക്കുന്നതെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഒന്നും വ്യക്തമായിട്ട് നമുക്കൊരു തെളിവ് വന്നില്ലെങ്കിലും ഇത് എൻ പ്രശാന്തിനെ പോലുള്ള വളരെ മിടുക്കനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ ഈ കേസ് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ജെന്യുവിനിറ്റി മനസ്സിലാകും. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അടുത്തത്, അർജന്റീന യഥാർത്ഥത്തിൽ മാച്ച് ഇവിടെ ഉറപ്പാക്കിയിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം വന്നിട്ടേ ഇല്ലാത്രേ. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടുകാരെ മുഴുവൻ ഇവർ മെസ്സി വരുന്നു, അർജന്റീന ടീം കേരളത്തിൽ വരുന്നു എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നത്? എന്തിനു വേണ്ടിയായിരുന്നു അത്? അതിൽ സർക്കാർ, മുൻ കായിക മന്ത്രി, അതേപോലെ മുൻ സർക്കാരും ഇതിന് ഉത്തരവാദിയല്ലായിരുന്നു. അപ്പോൾ സർക്കാരും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും AFAയും കൂടി ഒത്തുചേർന്നുള്ള കളിയല്ലേ ഇത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലുകളാണ് പ്രശാന്ത് കണ്ടെത്തിയിരിക്കുന്നത്. അർജന്റീന ടീമിൻ്റെ എക്സിബിഷൻ മാച്ച് കേരളത്തിൽ നടത്താനുള്ള യഥാർത്ഥ കരാർ അംഗീകാരം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു രേഖകളും ലഭ്യമല്ലാത്രേ.
അങ്ങനെയാണെങ്കിൽ സ്പോൺസർ നൽകിയ ഒരു ഇത് സർക്കാർ ഒരു തുക ഈ സർക്കാർ അർജന്റീന സമ്മതം ലഭിച്ചു. അപ്പോൾ സർക്കാർ അർജന്റീനയുടെ സമ്മതം ലഭിച്ചെങ്കിൽ, സർക്കാരിൻ്റെ സമ്മതപ്രകാരമാണ് ഈ ഒരു കളി ഇവിടെ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പണം സർക്കാരല്ലേ AFAക്ക് കൊടുക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടർ ചാനൽ നേരിട്ട് AFAക്ക് കൈമാറിയത്? ഇത് രണ്ടാമത്തെ സംശയമാണ്. ഇതിൽ നമ്മൾ ഈ ഒരു കേസിൻ്റെ ചുരുൾ അഴിയുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങളാണ് അതിലേക്ക് വരുന്നത്. വലിയ ഒരു വൻ സാമ്പത്തിക ഒരു വിവാദം എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ഇടപാട് ഇതുവഴി നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ ഈ സ്പോർട്സിൻ്റെ ആണല്ലോ, ഞാനും അതത്ര ഗൗനിച്ചത്. പക്ഷെ പിന്നെ ഓരോ ദിവസം കഴിയുന്നതും ഇതിനകത്തൊന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കാണുമ്പോഴാണ് അയ്യോ ഇതൊരു വലിയൊരു കേസാണല്ലോ ഇതെന്ന് എനിക്കും മനസ്സിലാകാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് അതിനകത്ത് ഈ മുൻ സ്പോർട്സ് മിനിസ്റ്റർ ഈ അബ്ദുറഹ്മാൻ്റെ ഓഫീസിനെയും റിപ്പോർട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഈ അബ്ദുറഹ്മാൻ്റെ ചുറ്റുമുള്ള ആൾക്കാരല്ലാതെ വേറൊരു ലേഡിയായിട്ടും ഈ രേഖകൾ കൈമാറിയതിൻ്റെ ഒക്കെ തെളിവുകളുണ്ട് അത്ര. അവരുടെ വാട്സപ്പിലോ മെയിലിലോ ഒക്കെ ഈ തെളിവും വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് ആരാണ് ഒത്തു കളിച്ചതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് വലിയൊരു കോഴ വന്നിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു മെയിൻ കാര്യം പറയുന്നത്, ഈ കരാർ പ്രകാരം ഇതിനകത്ത് ഇവർ പറഞ്ഞല്ലോ ഏതാണ്ട് 15 മില്യൺ USD ടൂർ പ്രോഡ് എൻഡറിൻ്റെ ബാങ്ക് ഓഫ് അമേരിക്ക അക്കൗണ്ടിലേക്ക് ലഭിച്ചെന്ന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിലേക്ക് ലഭിച്ചു. പക്ഷേ അതിനൊരു സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു അത്രേ, GST. അതും ഇവർ കൊടുത്തില്ല. ആ സർവീസ് ടാക്സ് എന്ന് പറയുന്നത് ഒരു 22.68 കോടിയാണ് സർവീസ് ടാക്സ് കൊടുക്കേണ്ടത്. അതും ഈ റിപ്പോർട്ടർ കമ്പനി കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെയും അതൊന്നും ട്രാൻസ്പെറൻ്റ് അല്ല. പിന്നെ ഇതിനകത്ത് ഇത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ പ്രശാന്തിൻ്റെ റിപ്പോർട്ടിൽ വേറൊരു കാര്യം പറയുന്നത്, ഈ പണം ഈ ടൂർ പ്രോഡ് എൻഡർ എന്ന് പറയുന്ന ഈ ഒരു ഇതുവഴിയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്തതെന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് അമേരിക്ക വഴിയാണ്. ഇവിടെ വെറും 20 ദിവസം മാത്രം രജിസ്ട്രേഷൻ ഉള്ള ഒരു കമ്പനിയിലേക്കാണ് ഇത്രയും തുക പോയിരിക്കുന്നത്. അപ്പം എവിടെ നിന്നാണ് ഈ റിപ്പോർട്ടർ കമ്പനിക്ക് ഇത്ര പണം കിട്ടിയത്? അതും നമുക്ക് സംശയം വരുന്ന ഒരു കാര്യമാണ്. 126 കോടി രൂപ എന്ന് പറയുന്ന ചില്ലറ രൂപയല്ലല്ലോ. അപ്പോൾ ഇത്രയും പണം എന്തിനു വേണ്ടിയാണ്, എവിടെ നിന്നാണ്, അതിൻ്റെ സോഴ്സ് എന്താണ്, അതും ഇപ്പോൾ അന്വേഷിക്കും. ഇത് മുഴുവൻ ഇനിയിപ്പോൾ ഒന്നുകിൽ ED അന്വേഷണം വരും, അതല്ല എങ്കിൽ ഇത് SIT അന്വേഷണം വ്യാപിപ്പിക്കും. പക്ഷേ ഇപ്പോഴത്തെ മുൻ സർക്കാർ പിണറായി വിജയൻ പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ പറയുന്നുണ്ട്, ഇതിനകത്ത് ഒരു ഫേക്കായിട്ടുള്ള യാതൊരു സംഭവം ഇതിൽ നടന്നിട്ടില്ല. ഈ കരാറിൻ്റെ കോപ്പിയൊക്കെ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇത് മുഴുവൻ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കരാറിൻ്റെ ഒരു ഡോക്യുമെൻ്റ് സർക്കാരിൻ്റെ കൈവശം ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു കരാർ AFAയുമായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്തെല്ലാം വിവാദങ്ങളാണ് വരുന്നത്. അപ്പം ഇവരുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പല ചാനലുകളിലും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ്, ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മുതലാളിമാർ 2 പേരുണ്ടല്ലോ, അപ്പോൾ 2-3 പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ മുതലാളിമാർ ഇത് പർപ്പസ്ഫുള്ളി മുമ്പേ മെസ്സി വരുന്നു അല്ലെങ്കിൽ അർജന്റീന ടീം കേരളത്തിൽ വരുന്നു എന്ന വ്യാജേന മൊത്തത്തിൽ ഒരു പുകമറ സൃഷ്ടിച്ച് അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് അമേരിക്ക അങ്ങനെ വരുമ്പോൾ സർക്കാരുമായിട്ട് ഒത്തിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ രേഖകൾ ഒക്കെ ഫേക്കായിട്ടുള്ള രേഖകൾ കാണിച്ചിട്ട് അങ്ങനെ റിസർവ് ബാങ്കിൻ്റെ പെർമിഷനോടുകൂടി ഇവരുടെ കള്ളപ്പണം ഏതാണ്ട് ഒരു 127 കോടി രൂപയോളം ഇവർ വെളിയിലേക്ക് കടത്തി. ഇതാണ് സത്യത്തിൽ നടന്നിരിക്കുന്ന കാര്യം. ഇനി ഇതിൻ്റെ ചുരുൾ അഴിയുമ്പോഴാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും, ഇതിനകത്ത് ഈ ഒരു കേസിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും, ഇതിനകത്ത് എത്രമാത്രമാണ് ഈ കേസിൻ്റെ വ്യാപ്തി, ഇത് ആരിലേക്കൊക്കെ അന്വേഷണം പോകും എന്നുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനകത്ത് നമുക്ക് വളരെ ഒരു സങ്കടം തോന്നുന്ന കാര്യം ഇതാണ്, കേരളത്തിലെ ജനങ്ങളെ ശരിക്കും പറ്റിക്കുക, അവരെ ചതിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെയൊരു സംഭവം ഈ പണം കൈമാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണം അവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കള്ളപ്പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ എത്ര ജനങ്ങളെയാണ്, മെസ്സി ആരാധകരൊക്കെ എത്രയോ പേരാണ് നാട്ടിൽ മുഴുവൻ നമ്മൾ ഫ്ലക്സൊക്കെ വെച്ച് ഭയങ്കര പ്രതീക്ഷയിലിരിക്കുമായിരുന്നു മെസ്സി വരുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരമേ വന്നിട്ടില്ല എന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ. അതേപോലെ N പ്രശാന്ത്, കായികക്ഷേമ വകുപ്പ് സെക്രട്ടറിയുടെ N പ്രശാന്തിൻ്റെ ഈ റിപ്പോർട്ടിനകത്ത് മുമ്പത്തെ പ്രശാന്തിൻ്റെ നേരിട്ടുള്ള എതിരാളി ജയതിലകും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ജയതിലകും അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായും അന്വേഷണം അദ്ദേഹത്തിലേക്കും വ്യാപിപ്പിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പം ഈ ഒരു കേസിലൂടെ, ഈ മെസ്സി വിവാദത്തിലൂടെ പല പ്രമുഖരും കുടുങ്ങാനുള്ളത് ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള തെളിവുകളാണ് ഇപ്പം പലതും ചുരുളഴിഞ്ഞു വരുന്നതും.
അപ്പോൾ നമുക്ക് എന്താണേലും കാത്തിരുന്ന് കാണാം. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് കൈമാറിയത് കൊണ്ട് മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കായിക മന്ത്രിയും എല്ലാവരും ഇതിൻ്റെ പിറകെ തന്നെയാണ്. അതുകൂടാതെ ഈ കേസ് EID അന്വേഷിക്കുമെന്നെങ്കിൽ ED അന്വേഷിക്കുമെന്നെങ്കിൽ അല്ലെങ്കിൽ SIT അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.